forces between atoms. ഇപ്പൊ നമ്മളുടെ ഒരു മോളിക്യൂള് അല്ലെങ്കിൽ ഒരു ആറ്റം കൺസിഡർ ചെയ്തെന്നിരിക്കട്ടെ. അപ്പോഴത്തേന് അതിനകത്തൊരു ഫോഴ്സ് ഉണ്ടല്ലേ. ആക്ച്വലി ഈ നമ്മൾ പറയും ശരിക്കും ഈ ഫോഴ്സസ് ആണ് നമ്മൾ കാണുന്ന കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറയുന്നത് ഒരു ആറ്റത്തിനെ അല്ലെ മോളിക്യൂൾസിനെ തമ്മിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇന്റർ ആറ്റോമിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനേഷൻ എഴുതിക്കൊള്ളാവോ? ഇന്റർ ആറ്റോമിക് ഫോഴ്സസ് ആർ the forces that holds the atoms in molecules together. That holds the atoms in molecules together. ഒരു മോളിക്യൂളില് ആറ്റങ്ങളെ തമ്മിൽ പിടിച്ചു നിർത്തുന്ന അല്ലെ സംയോജിപ്പിച്ച് നിർത്തുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർ ആറ്റോമിക് ഫോഴ്സസ്. Or in another way we can say that an intermolecular force is a force. An intermolecular forces is a force that mediate the interaction between the molecules, including the electromagnetic force. എഴുതിയെടുക്കുന്നുണ്ടോ? ഒന്നുകൂടി പറയാമോ? ആദ്യത്തെ സെന്റൻസ് എഴുതിയായിരുന്നോ? Interatomic forces are the forces that holds the atoms in molecules together. Second point, an intermolecular force is a force. An intermolecular forces is a force that mediates interaction between molecules. That mediates interaction between molecules, comma, including the electromagnetic force. പറഞ്ഞു തരാം ഞാൻ, എഴുതിക്കോ. Including the electromagnetic force including the electromagnetic forces of attraction or repulsion. Including the electromagnetic forces of attraction or repulsion which act between atoms and other type of neighboring particles. Between atoms and other type of neighboring particles. Kitty Ashna, an intermolecular force is a force that mediates interaction between molecules, comma, including the electromagnetic forces of attraction or repulsion which act between atoms and other types of neighboring particles. അതായത് നമുക്ക് ആറ്റം ആണെങ്കിലും മോളിക്യൂൾ ആണെങ്കിലും അവയെ തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് നിർത്താം. അപ്പം ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ആറ്റംസ് എന്ന് പറയുമ്പം അതൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്നാ പറഞ്ഞ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നു പറയാം അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് or electromagnetic forces of attraction or repulsion ആയിരിക്കും. attraction or repulsion.
കാരണം എന്നാന്ന് ചോദിച്ചാല് ഇപ്പൊ ഒരു ന്യൂക്ലിയസ് ഇവിടെ ഇരിക്കുക. ന്യൂക്ലിയസിന്റെ ചാർജ് എന്നാണ്? പോസിറ്റീവ് അല്ലെ? അപ്പൊ ഇതിനിപ്പം പോസിറ്റീവ് ആറ്റോമിക് നമ്പർ ഇസഡ് ആണെങ്കിൽ അത്രയും ചാർജ് ഉണ്ടെന്ന് പറയാം. ഇസഡ് എന്ന് എഴുതാം. അതിന് ചുറ്റും ഓർബിറ്റലിൽ ഇങ്ങനെ ഇലക്ട്രോൺ കറങ്ങും, അല്ലെങ്കിൽ ഷെല്ലുകളിൽ ഇങ്ങനെ 2, 8, 18 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇലക്ട്രോൺസ് കാണും. ഇനി 2 രീതിയിൽ നമുക്കൊരു ആറ്റത്തിന്റെ കേസിൽ ഇക്വിലിബ്രിയം കിട്ടും. ഇപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഒരു മോളിക്യൂളിനകത്ത് കൃത്യ ആറ്റങ്ങൾ അറേഞ്ച് ചെയ്തെന്നിരിക്കട്ടെ. Then capital R suffix C, let RE is the distance of separation. Distance of separation between two nearest atom. നമ്മൾ ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ ഏതെടുക്കുന്നു, അങ്ങനെ തൊട്ടടുത്തുള്ള 2 ആറ്റങ്ങൾ അല്ലെങ്കിൽ മോളിക്യൂളുകൾ തമ്മിലുള്ള ഈ സെന്റർ, അതോടെ ഇട്ടു, ഈ സെന്ററുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ, ഇതിനെയാണ് നമ്മൾ RE എന്ന് വിളിച്ചത്. R suffix E. That RE is the distance of separation between the nearest atoms at equilibrium. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിൽക്കും. ഇനി നമ്മൾ പറയുവാണ്, ലെറ്റ് U is the potential energy. U is the potential energy. നമുക്കറിയാം, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, the work done to bring a positive charge from one point to another. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേന് അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇപ്പം U ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇനി ഏതെങ്കിലും 2 ആറ്റം, ഇവിടെ ആറ്റം എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് ന്യൂക്ലിയസും ഇലക്ട്രോൺസും തമ്മിലും പറയാം. ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിൽ ഇവിടെ ഒരു അട്രാക്ഷൻ ആണ് ഉണ്ടാകുന്നല്ലേ, ഇവർ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. പക്ഷെ ഈ ന്യൂക്ലിയസ്, ഇവിടുത്തെ ഇലക്ട്രോണും തമ്മിൽ ഒരു റിപ്പൾഷൻ ഉണ്ടാവും. അതുപോലെ ഈ ന്യൂക്ലിയസും തമ്മിലും ഒരു റിപ്പൾഷൻ ഉണ്ടാവും. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി പല രീതിയിലാകാം. ഒന്ന്, ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പോസിറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോൺസ്, അപ്പോൾ ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട് ചെയ്യും. അല്ലെങ്കിൽ ദ റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ്, അല്ലെങ്കിൽ ദ റിപ്പൾസീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ഇലക്ട്രോൺ ക്ലൗഡ്സ്. ഇതിന്റെ ഇലക്ട്രോണും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാകാം. ഇതിന്റെ ന്യൂക്ലിയസ് ആയിട്ട് റിപ്പൾഷൻ ഉണ്ടാകാം. പക്ഷേ ഇതിന്റെ ന്യൂക്ലിയസും ഇതിന്റെ ഇലക്ട്രോണും തമ്മിലാണെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകും. സോ ഇതെല്ലാം മൂലം, ഈ അട്രാക്ഷൻ മൂലവും ഈ റിപ്പൾഷൻ മൂലവും ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. സോ yet U is the total potential energy, then U can be written as U equal to the decrease in potential energy due to attraction plus increase in potential energy due to repulsion. അപ്പൊ 2 രീതിയിലും ആവാം. ഒന്നെങ്കിൽ അട്രാക്ഷൻ ഫോഴ്സ് മൂലം, അതായത് പോസിറ്റീവ് നെഗറ്റീവും ഓപ്പോസിറ്റ് ചാർജുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് മൂലം പൊട്ടൻഷ്യൽ എനർജി കുറയാം. അതർവൈസ് ഒരേ ചാർജുകൾ തമ്മിലുള്ള റിപ്പൾസീവ് ഫോഴ്സ് മൂലം പൊട്ടൻഷ്യൽ എനർജി കൂടാം. So we can write it as the total amount of potential energy is the
decrease in the potential energy due to attraction and the increase in the potential energy due to repulsion. Now, the relation of this potential energy can be written as U is equal to, U is the potential energy, then U equal to A by R raised to N plus B by R raised to M. Let U is the total potential energy, then U is equal to, or negative sign, negative of A by R raised to N plus B by R raised to M. But R ആണ് നമ്മൾ പറഞ്ഞത്, the distance R is the distance between two atom or molecule. പിന്നെ N, M, A, B, N, M, A, B are constants. അപ്പൊ ഇത്ര എഴുതണം. ഇന്റർ ആറ്റോമിക് ഫോഴ്സസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ന്യൂക്ലിയസിലെ ഒരു ആറ്റത്തില് നമ്മുടെ ഒരു മോളിക്യൂളിൽ നമ്മുടെ ആറ്റങ്ങളെ പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് ആവാം, ഇലക്ട്രോസ്റ്റാറ്റിക് ആവാം, ഇലക്ട്രോ മാഗ്നറ്റിക് ആവാം. രണ്ടിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരേ ചാർജുകളാണെങ്കിൽ റിപ്പൽ ചെയ്യും, ഡിഫറെന്റ് ചാർജുകളാണെങ്കിൽ അട്രാക്ട് ചെയ്യും. R is the equilibrium distance of separation between the nucleus. Then potential energy is equal to the decrease in potential energy due to attraction and increase in potential energy due to repulsion. Then net U is equal to minus A by R raised to N plus B by R raised to M. അവിടെ എയും ബിയും എന്നും എമ്മും കോൺസ്റ്റന്റുകളാണ്. The potential energy equation U is equal to minus A by R raised to N plus B by R raised to M. നമ്മൾ R എന്ന് പറയുന്നത് the distance between two nucleus, രണ്ട് തൊട്ടടുത്ത ന്യൂക്ലിയസ് തമ്മിലുള്ള അകലമാണ് R. എയും ബിയും എന്നും എമ്മും കോൺസ്റ്റന്റുകളാണ്. ഇനി U പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ, if U is the potential energy, if U is the potential energy, then the force of interaction between two atoms, let F is the force of interaction between two atom or molecule, then F is equal to minus du by dr. With respect to R നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം യുവിനെ. ഇപ്പൊ യു നമുക്കറിയാം, d by dr ഓഫ് A by R raised to N plus B by R raised to M. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1/x ആണെങ്കിൽ മൈനസ് 1/x² എന്നാവും അല്ലേ? N into A raised to അല്ലെങ്കിൽ x raised to N minus 1 d by dx of x raised to N എന്ന് പറയാം. അപ്പം R ആണെങ്കിൽ ഇപ്പൊ 1/r raised to N ആണെങ്കിൽ നമുക്ക് R raised to minus N എഴുതാം. അപ്പം മൈനസ് N into R raised to minus N plus 1 ആവും. മനസ്സിലായോ? അപ്പം അതാണ് ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. എഫ് ഇസ് ഈക്വൽ ടു, മുകളിൽ ഒരു N വരും, ഒരു നെഗറ്റീവ് സൈൻ വരും, നെഗറ്റീവ് N ഇൻറ്റു A ഇൻറ്റു
r⁻n+1 മോളിൽ വരും. അപ്പൊ അതിനെ നമുക്ക് ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയി നെഗറ്റീവ് മാറ്റി വെച്ച് r⁻n+1 എഴുതാം. സിമിലർലി പ്ലസ് m into b into r⁻m+1. That is the net force. That is due to the interaction between the two atom or molecule. തൊട്ടടുത്തുള്ള രണ്ട് ആറ്റം അല്ലെ മോളിക്യൂൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി, അതിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അതിന് മൂലമുള്ള ഫോഴ്സിന്റെ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഈ ഫോഴ്സിന്റെയും എനർജിയുടെയും ഗ്രാഫ് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തന്നായിരുന്നു. കണ്ടായിരുന്നോ? അപ്പൊ ഇത് വരച്ചിട്ട് the force and potential energy as a function of distance between two atoms. രണ്ട് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ r ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുത്ത ആ ഡിസ്റ്റൻസ് മൂലമുള്ള ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ്. ഇതിപ്പോ നമ്മളുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണെന്നിരിക്കട്ടെ, അല്ല ഗ്രാഫ് ആണെന്നിരിക്കട്ടെ. അപ്പം നമ്മുടെ ഇപ്പൊ നമ്മളുടെ ഫോഴ്സിന്റെ, ആദ്യം നമുക്ക് ഫോഴ്സിന്റെ ഗ്രാഫ് വരയ്ക്കാം. ഒരു സെക്കൻഡ്. ഇപ്പൊ നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെങ്കിൽ ഇത് ക്യാപിറ്റൽ R, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ആറ്റം. ഒരു ആറ്റത്തിന്റെ സെൻട്രലിൽ നിന്ന് അടുത്ത ആറ്റത്തിലേക്കുള്ള ഡിസ്റ്റൻസ് ആയി വരച്ചിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, നെറ്റ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുമ്പം നമ്മൾ മുമ്പേ പറഞ്ഞ് അതിനകത്ത് അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട്, റിപ്പൾസീവ് ഫോഴ്സും ഉണ്ട്. ഇപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് നമുക്ക് ഇതാ ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ വരും. ദിസ് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. ഇനി ഈ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സിന്റെയും റിപ്പൾസീവ് ഫോഴ്സിന്റെയും സമ്മേഷനാണ്. This is the attractive force. Here, this is the repulsive force. ഇത് repulsive force. This is the attractive force. And due to this 2-1, അതിന്റെ റിസൾട്ടന്റ് നമ്മൾ വരയ്ക്കുന്നതാണ് ഈ റെഡ് ലൈനിൽ കിട്ടുന്നത്. That is the net resultant force. ഇനി ഇവിടെ ഈ ഗ്രാഫ് എക്സ് ആക്സിൽ മുട്ടുന്ന ഈ പോയിന്റ്, അവിടം വരെയുള്ള ഈ അകലം, അതാണ് നമ്മളുടെ RE, ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള രണ്ട് ആറ്റം അല്ലെങ്കിൽ മോളിക്യൂളുകൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഇനി ഇതുപോലെ തന്നെ ഇത് ഫോഴ്സ് വേഴ്സസ് distance. The force as a function of distance between two atoms. Force or attractive or repulsive or resultant force as a function of distance between two atom or molecule. ആ ഗ്രാഫാണ് ഇങ്ങനെ സിമിലർലി മറ്റേ നമ്മുടെ ഗ്രാഫ് നമ്മുടെ ഉണ്ട്, ആ ഗ്രാഫും വരയ്ക്കണം. വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ റിസൾട്ടന്റ് എനർജി, ഇത് റിപ്പൾസീവ് എനർജി, ഇത് അട്രാക്റ്റീവ് എനർജി. അതുമായി കമ്പയർ ചെയ്ത് ഇങ്ങനെ ഗ്രാഫ് മുട്ടിച്ച് കഴിയുമ്പം ഇവിടെ RE എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അവിടെയാണോ അവിടം വരെയും
ഉള്ള എനർജീനെയാണ് UE അല്ലെങ്കിൽ ഇക്വിലിബ്രിയം എനർജി എന്ന് വിളിക്കുന്നത്. ഒന്ന് രണ്ട് സ്റ്റെപ്പും കൂടി എഴുതേണ്ടതുണ്ട്. ഹിയർ ഇപ്പൊ നമ്മൾ പറഞ്ഞു F എന്ന് പറയുന്നത് -du/dr ആണ്. ഇനി അറ്റ് ഇക്വിലിബ്രിയം ആകുമ്പോൾ എന്നാ പറ്റും? -du/dr അറ്റ് r ഈക്വൽ ടു RE. ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിലാണെങ്കിൽ ദിസ് ഫോഴ്സ് ഈക്വൽ ടു 0 ആവും. എന്നുവെച്ചാൽ വേറെ അട്രാക്ഷനോ റിപ്പൾഷനോ ഒന്നുമില്ല അവിടെ. അവ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിൽ ഇങ്ങനെ അകന്ന് മാറിക്കിടക്കും. There is no attraction or repulsion. അപ്പൊ ഇതാണ് എഫിന്റെ ഇക്വേഷൻ. നമ്മൾ നേരത്തെ എഫ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എഫിന് ഒരു ഇക്വേഷൻ നേരത്തെ എഴുതിയായിരുന്നു. F ഈക്വൽ ടു -NA/R⁻n+1 പ്ലസ് MB/R⁻m+1. ഇവിടെ എഫ് 0 ആണ്, ഈ വശം 0 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ -NA/R⁻n+1 പ്ലസ് MB/R⁻m+1 ഈക്വൽ ടു 0. ഒരു ടേമിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. അപ്പം MB/R⁻m+1 ഈക്വൽ ടു NA/R⁻n+1. ഇതിനെ ഇങ്ങ് കൊണ്ടേ ഹരിച്ചാൽ ഇതിനകത്ത് 6 കണ്ടുപിടിക്കണം നമുക്ക്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, MB/NA ഈക്വൽ ടു R⁻m+1/R⁻n+1. അപ്പൊ ഇത് A⁻m/A⁻n. അപ്പൊ MB/NA ഈക്വൽ ടു R⁻m+1 മൈനസ് n-1. ഇത് രണ്ടും വെട്ടിപ്പോകും, m-n ആവും. അപ്പൊ R എന്ന് പറയണം. അപ്പൊ ഇതിന്റെ പവർ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ R ഈക്വൽ ടു MB/NA, ഇവിടെ m-n ആണ്. അപ്പൊ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ റെസിപ്രോക്കൽ വരും, 1/m-n വരും. സോ ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിലെ ആറിന്റെ വാല്യൂ R ഈക്വൽ ടു MB/m into B divided by n into A all raised to 1/m-n. അവിടെ എയും ബിയും എമ്മും എന്നും കോൺസ്റ്റന്റുകളാണ്. അപ്പൊ ഇത്രയും എഴുതണം നിങ്ങൾ, ഫോഴ്സസ് ബിറ്റ്വീൻ ആറ്റംസ്. ഇനി ഡിപ്പെൻഡ് ഓൺ ദിസ് ഫോഴ്സസ്, ആ ഒരു പോയിന്റോടെ എഴുതി നിർത്താം. ഫോഴ്സസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 4 ടൈപ്പ്, അല്ലെങ്കിൽ ഫോഴ്സസിനെ തന്നെ നമ്മൾ ബോണ്ടിങ് എന്ന് പറഞ്ഞ് 5 ക്ലാസിഫൈ ചെയ്യും. അയോണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് വാണ്ടർ വാൾസ് ബോണ്ട്. Ionic bond, covalent bond, metallic bond, hydrogen bond and van der Waals force അല്ലെ van der Waals bond. ഇവിടം വരെയുള്ള കാര്യങ്ങൾ ക്ലാസ് കൂടി നോട്ട് എഴുതി അയക്കുക.